Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പത്തിരി, പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങിക്കുമ്പം ഇതുപോലൊന്ന് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിക്കോട്ടോ, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 1 കിലോ ചിക്കൻ ഇതേപോലെ സാധാരണ നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കൻ നമുക്ക് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് അതും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കനിലൊക്കെ എല്ലായിടത്തും ഈ ഒരു മസാലപ്പൊടികളൊക്കെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വരുന്നത്. അപ്പോൾ അതാ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ആദ്യം തന്നെ ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ട ബാക്കി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. മീഡിയം സൈസിലുള്ള 3 സവാള നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വലിയ 2 തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. 3ഉം കൂടെ ഒരുമിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അതൊക്കെ റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മുടെ ചിക്കന് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വേണേലും ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ചിക്കൻ പീസ് അത്യാവശ്യം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ചിക്കൻ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമെന്നല്ല കേട്ടോ ചെയ്യുന്നത്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ചിക്കൻ ഈ ഒരു സമയത്ത് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചിക്കൻ പീസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ചിക്കൻ പീസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ചിക്കൻ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്ത് ചിക്കന് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫ്രൈ ആയ ചിക്കന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ചിക്കന് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അപ്പം ഇതിപ്പം ഒരുപാട് ഓയിലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് കോരി മാറ്റിയിട്ട് മസാല റെഡിയാക്കാം. അപ്പോൾ അതേ എണ്ണയിലേക്ക് തന്നെ മീഡിയം സൈസിലുള്ള 3 സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്.
സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഈ ഒരു ഓയിലിൽ മസാല റെഡിയാക്കുമ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായി വഴണ്ട് വരണം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളിയും 15 ചെറിയ ഉള്ളിയും പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ പച്ചമുളക് നമ്മൾ ഇതിൻ്റെ കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടില്ല, ഇതിന് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം വീഡിയോയിൽ കാണിക്കാനും അതിലേക്ക് ചേർത്ത് കൊടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മസാലപ്പൊടികൾ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്താൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും. ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എന്നാലും ചിലപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി കയ്യിലില്ലെങ്കിൽ അത് ചേർക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിതിനൊരു വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടും നമ്മുടെ ഈ ഒരു ചിക്കൻ റോസ്റ്റിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണെങ്കിലും അതിൻ്റെയും കുരുമുളകിൻ്റെ ഒക്കെ അളവ് നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഈ പൊടികൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ പൊടികളൊക്കെ പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞ് നമ്മുടെ ആ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും കേട്ടോ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റും റോസ്റ്റിന് കിട്ടൂല. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ പൊടികൾ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ട് വലിയ തക്കാളിയാണ് കേട്ടോ പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കാണുന്ന വരെ തക്കാളി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം പ്രത്യേകിച്ച് നമ്മൾ തക്കാളി ഇതേപോലെ പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് ആവും. ഇപ്പോൾ ഇതാ തക്കാളി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കാണുന്നുണ്ടാവും, മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാള വഴറ്റിയപ്പം കുറച്ച് ഉപ്പ് ചേർത്തതല്ലേ ഉള്ളൂ. അപ്പം നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പം ഒരുപാടായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തപ്പം ചിക്കനിലേക്കുള്ള ഉപ്പൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനിയാണ് നമ്മൾ ചിക്കന് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു മസാലയിൽ ഇട്ടിട്ടാണ് നമ്മൾ ചിക്കന് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് മുഴുവനായിട്ട് കുക്ക് ചെയ്തിട്ടില്ലല്ലോ, ഒരു 3/4 ഭാഗത്തോളം നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളത്
ഈ ഒരു മസാലയിൽ നിന്നിട്ടാണ് ചിക്കൻ വേവേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങ എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞതിൻ്റെ നീരൊഴിച്ച് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ചേർത്ത് കൊടുക്കണില്ല, തീർന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് അടച്ചൊരു 5-10 മിനിറ്റൊക്കെ സെർവ് ചെയ്യുന്നവരെ വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് നെയ്ച്ചോറിൻ്റെ കൂടെയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസായ പത്തിരി, ചപ്പാത്തി, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് വേറെ രീതിയിൽ റെഡിയാക്കുന്നതും പിന്നെ ചിക്കൻ കൊണ്ടുള്ള കറിയും അങ്ങനെ ഒരുപാട് ചിക്കൻ റെസിപ്പീസ് നമ്മൾ മുമ്പും ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോസ് ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക. അത് കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ വേറെ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്